രാജ്യത്തിന്റെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുടെ തീച്ചുളയിൽ ഒരു വശത്ത് ഇറാന്റെ ഉരുക്കുകോട്ട, മറുവശത്ത് ആഗോള എണ്ണപാതകൾ അടച്ചുപൂട്ടി ശത്രുക്കളുടെ ഉറക്കം കെടുത്തിയ ഇറാന്റെ സിംഹഗർജനം. പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് വീണ്ടും മരണത്തിന്റെ മണി മുഴങ്ങുകയാണ്. സൈനിക ഏറ്റുമുട്ടലുകളുടെയും അതീവ രഹസ്യ നീക്കങ്ങളുടെയും ഹോർമുസ് കടലിലെ തീക്കാറ്റിന്റെയും പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ആസന്നമായ ഒരു മഹാവിനാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. ഇതിനിടെയാണ് ബാഹ്യ ഭീഷണികൾക്കെതിരെ ഇറാൻ ശക്തമായ പ്രതിരോധ കവചം നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേധാവി അഹമ്മദ് വാഹിദി പ്രഖ്യാപിച്ചത്. ദേശീയ പ്രതിരോധ വ്യവസായ ദിനത്തോടനുബന്ധിച്ച് ഇറാൻ പ്രതിരോധ മന്ത്രാലയ മേധാവിക്ക് അയച്ച സന്ദേശത്തിലാണ് വാഹിദി രാജ്യത്തിന്റെ നിലവിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഇറാൻ ഇപ്പോൾ നേരിടുന്നത് പരമ്പരാഗത യുദ്ധത്തിന്റെ മാത്രം ഭീഷണിയല്ലെന്നും സംയോജിതവും സൈനികവുമായ പുതിയ തരത്തിലുള്ള ആക്രമണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘകാലമായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ പ്രതിരോധ വ്യവസായം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും ആക്രമണശേഷിയും വികസിപ്പിച്ചെടുത്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രതിരോധവും ആക്രമണശേഷിയും ഒരേ സമയം ശക്തിപ്പെടുത്തുന്ന തന്ത്രം തുടരണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാൻ നേരിടുന്ന ഭീഷണികൾക്ക് ബുദ്ധിപരവും കാര്യക്ഷമവുമായ ഏക പരിഹാരമാണ് ഈ പ്രതിരോധ ശാക്തീകരണം എന്നാണ് വാഹിദി വ്യക്തമാക്കിയത്. ഇതിനൊപ്പം ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ സെയ്ദ് മജീദ് ഇബ്നു റസ നടത്തിയ പ്രസ്താവനകളും ശ്രദ്ധേയമാണ്. പ്രസ് ടിവി, വിയോൺ, ടൈംസ് നൗ തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസത്തെ യുദ്ധവുമായി താരതമ്യം ചെയ്യുമ്പോൾ അടുത്തിടെ നടന്ന 40 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ കൂടുതൽ ശക്തമായ തയ്യാറെടുപ്പോടെയാണ് യുദ്ധരംഗത്ത് പ്രവേശിച്ചതെന്നും സാങ്കേതികവും തന്ത്രപരവുമായ മേഖലകളിലെ ഇറാന്റെ കഴിവുകൾ കൂടുതൽ പുരോഗമിച്ചിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ശത്രു സൈനിക താവളങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു കയറാനും അവരുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തിരിച്ചടി നൽകാനും ഇറാനിയൻ സേനയ്ക്ക് കഴിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശത്രുവിന്റെ ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അവയുടെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിലും ഇറാൻ വലിയ പുരോഗതി കൈവരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ പ്രസ്താവനകൾ ഇറാൻ അധികൃതരുടെ അവകാശവാദങ്ങളാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുദ്ധഭൂമിയിലെ യഥാർത്ഥ സൈനിക നഷ്ടങ്ങളും ശേഷികളും സംബന്ധിച്ച സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പലപ്പോഴും പരിമിതമാണ്. ഇറാന്റെ പ്രതിരോധ വ്യവസായത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും സ്വാശ്രയത്തിന്റെയും ദേശീയ ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമായാണ് ഇബ്നു റസ വിശേഷിപ്പിച്ചത്. ഇറാന്റെ നിലവിലെ പ്രതിരോധ ശക്തിയുടെ ലക്ഷ്യം യുദ്ധം ആരംഭിക്കുക എന്നതല്ലെന്നും മറിച്ച് ശത്രുക്കളെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം ആരംഭിച്ചിട്ടില്ലെന്നും ഭാവിയിലും ആക്രമണം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ രാജ്യത്തിന്റെ പ്രാദേശിക അഖണ്ഡതയ്ക്കും സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും നേരെ ആക്രമണം നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം ഇറാനിൽ ദേശീയ ഐക്യവും സ്വാശ്രയത്തിലുള്ള വിശ്വാസവും വർദ്ധിപ്പിച്ചുവെന്നും ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തിയെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കൻ ഭാഗത്തു നിന്ന് ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പ്രധാനമായി ഉയർന്നു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ പുതിയ സാമ്പത്തിക പ്രചാരണത്തെ ശക്തമായ നടപടിയായി വിശേഷിപ്പിക്കുകയും ഇറാന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ ലക്ഷ്യമിടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എണ്ണക്കള്ളക്കടത്ത്, സാമ്പത്തിക കൈമാറ്റങ്ങൾ, എക്സ്ചേഞ്ച് ഹൗസുകൾ, ഷിപ്പ് രജിസ്ട്രികൾ, ഫ്രണ്ട് കമ്പനികൾ തുടങ്ങിയ സംവിധാനങ്ങളെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ സാമ്പത്തിക ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മേഖലകളെ നിയന്ത്രിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇറാന്റെ എണ്ണ വരുമാനത്തെയും അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളെയും പരിമിതപ്പെടുത്തുന്നതിലൂടെ ഇറാനിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാൻ ഇതിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഗായി അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങളെ ഇറാനെതിരായ നടപടി മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിനെതിരായ നടപടിയെന്നും വിശേഷിപ്പിച്ചു. വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളെയും ബിസിനസ്സുകളെയും നിയമാനുസൃതമായ വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് അമേരിക്കയുടെ അതിർത്തിക്ക് പുറത്തുള്ള അധികാര പ്രയോഗമാണെന്നാണ് ഇറാന്റെ വാദം. ഇത്തരം ദ്വിതീയ ഉപരോധങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിലെ പരമാധികാര സമത്വത്തിന്റെ അടിസ്ഥാന തത്വത്തെ ലംഘിക്കുന്നതാണെന്നും ബഗായി ആരോപിച്ചു. സാമ്പത്തിക സമ്മർദ്ദത്തെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും ഇത്തരം നടപടികൾ രാജ്യങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള അവകാശത്തെ ദുർബലപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചിയും അമേരിക്കയുടെ സമ്മർദ്ദ നയത്തെ വിമർശിച്ചു. മുൻകാലങ്ങളിൽ അമേരിക്ക നടപ്പാക്കിയ ഉപരോധങ്ങളും പരമാവധി സമ്മർദ്ദ നയവും പരാജയപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതിനാൽ പുതിയ സാമ്പത്തിക സമ്മർദ്ദവും പരാജയപ്പെടാൻ നിർബന്ധിതമാണെന്നാണ് അരാഗ്ചി വ്യക്തമാക്കിയത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിന് വിപരീതമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇറാനുമായി ഒരു കരാറിൽ എത്താനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയുന്നില്ലെങ്കിലും താൻ ശരിയായ കരാറായി കാണുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ലെന്നാണ് ട്രംപിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ മേഖലയിലെ അമേരിക്കൻ സൈനിക ഓപ്ഷനുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ സംഘർഷത്തിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു വിഷയമാണ് ഹോർമുസ് കടലിടുക്ക്.
ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഈ കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണ മേഖലയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ പ്രസ്താവന പ്രകാരം അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുള്ള 14 പോയിന്റ് ധാരണാപത്രത്തിലെ പ്രതിബന്ധതകൾ പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ കടലിടുക്ക് വീണ്ടും തുറക്കില്ലെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ആഗോള എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര വ്യാപാരത്തിനും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസുമായി ബന്ധപ്പെട്ട ഇറാന്റെ ഓരോ നീക്കവും അമേരിക്ക മാത്രമല്ല ലോകത്തെ പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം യുദ്ധം തുടരുന്നതിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ആഘാതം ഇറാനിലും അനുഭവപ്പെടുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ യുദ്ധം ഒടുവിൽ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം ശക്തമായ നിലപാടോടെ നിൽക്കുകയും ലോകത്തിനു മുന്നിൽ സ്വന്തം പ്രതിരോധ ശേഷി തെളിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതേസമയം യുദ്ധവും സാമ്പത്തിക സമ്മർദ്ദങ്ങളും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അംഗീകരിച്ചു. സമൂഹത്തിൽ അസംതൃപ്തിയോ പരാതികളോ ഉണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ശരിയായി ചെയ്തിട്ടില്ലെന്നതിന്റെ സൂചനയാണെന്നും പെസഷ്കിയാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം ഇപ്പോൾ ഒരു സൈനിക പ്രശ്നം മാത്രമായി ചുരുങ്ങുന്നില്ല. ഒരു വശത്ത് ഇറാൻ സ്വന്തം പ്രതിരോധ ശേഷിയും സൈനിക സാങ്കേതിക വിദ്യയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി അവകാശപ്പെടുന്നു. മറുവശത്ത് അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ഹോർമൂസ് കടലിടുക്ക്, എണ്ണ വിപണി, ആണവ പദ്ധതി, സൈനിക ശക്തി, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ ഭാഗങ്ങളായി മാറുകയാണ്. ഇരു രാജ്യങ്ങളും ഇപ്പോഴും സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഏറ്റവും വലിയ ആശങ്ക. അതുകൊണ്ട് തന്നെ ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ്. അമേരിക്കയും ഇറാനും വീണ്ടും നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുമോ, അതോ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു പുതിയ ധാരണയിലേക്ക് എത്തുമോ എന്നതാണ്.